ഗ്യാനേഷ് കുമാർ ഇന്ത്യയുടെ 26ാമത്തെ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഗ്യാനേഷ് കുമാർ. 2029 ജനുവരി 26 വരെയാണ് ഇദ്ദേഹത്തിന്റെ കാലാവധി. ഇതിനു മുൻപത്തെ മുഖ്യ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു രാജീവ് കുമാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പുതിയ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ അത് വിവേക് ജോഷിയാണ്. 1988 കേരള കേഡർ IAS ബാച്ച് ഉദ്യോഗസ്ഥനാണ് ഈ ഗ്യാനേഷ് കുമാർ എന്ന് പറയുന്നത്. കേരളത്തിൽ തന്നെ ധനകാര്യം, പൊതുമരാമത്ത് എന്നീ വകുപ്പുകളിലും ഇദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുവാനുള്ള സമിതിയിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയ 2023 നിയമപ്രകാരം നിയമിതനായ ആദ്യത്തെ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ കൂടിയാണ് ഈ ഗ്യാനേഷ് കുമാർ എന്ന് പറയുന്നത്. 2012 മുതൽ ഡൽഹിയിലെ കേരള ഹൗസിന്റെ റെസിഡന്റ് കമ്മീഷണറായിട്ടും ഇദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുവാനുള്ള ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ തയ്യാറാക്കിയ വ്യക്തി കൂടിയാണ് ഈ ഗ്യാനേഷ് കുമാർ എന്ന് പറയുന്നത്. രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ രൂപീകരണത്തിലും ഇദ്ദേഹം പ്രധാന പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ഇതുപോലുള്ള ഡെയിലി PSC അപ്ഡേറ്റ്സിന് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ.